ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 55. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ദുരൂഹത നിറഞ്ഞ ഒരു അടിയുടെ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആദില അനീഷ് വിഷയം സോൾവ് ആകുന്നുണ്ട്. ഷാനവാസ് അനീഷ് വിഷയം സോൾവ് ആകുന്നുണ്ട്. സോൾവ് ആകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതൊന്നും അല്ലാതെ അനുമോളുടെ വീട്ടിൽ കയറിയതോട് കൂടിയിട്ട് കുറച്ച് വിഷയങ്ങൾ അല്ലേ, ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ USP എന്ന് പറയുന്നത്. അപ്പോൾ പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നു. എഗെയിൻ നമ്മൾ കാണുന്നത് അനീഷ് വേഴ്സസ് ആദില വേഴ്സസ് അനീഷ്. ഇതിൽ വ്യൂവേഴ്സും കൺഫ്യൂസ്ഡ് ആണ്, വീട്ടിലുള്ളവരും കൺഫ്യൂസ്ഡ് ആണ് അല്ലേ. പക്ഷെ അതിൽ പറഞ്ഞോണ്ട് ഒരിക്കലും തോന്നുന്നില്ല, കാരണം അത് നല്ല രസമായിട്ട് തിരിച്ചു നല്ല മറുപടി പറയുന്നുണ്ട്. അനീഷും തിരിച്ചു പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ടാണ് ഇപ്പം വന്ന് പ്രൊവോക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് പ്രൊവോക്ഡ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ആവുന്നുണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചതാണ്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയാനില്ല. ഓക്കെ, പക്ഷെ നല്ല കുറുക്കി കൊള്ളുന്ന സാധനങ്ങളാണ് തിരിച്ചു കൊടുക്കുന്നത്, കളിയാക്കിയിട്ടൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം വെച്ച് വിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടത് ഷാനവാസിന്റെ ഇതൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഞാൻ പറയുള്ളൂ. ഞാൻ ഒരിക്കലും ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഷാനവാസ് കീപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇന്നത്തെ ഡയലോഗോടും കൂടി ഞാനത് പല സാഹചര്യങ്ങളിലായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഷാനവാസ് കളിക്കുന്ന ഒരു ഗെയിമില് ജസ്റ്റ് അനദർ ഗെയിമാണ് അനീഷ് എന്ന് പറയുന്നത്. അല്ലാതെ എന്തോ ഒരു അതിഭീകരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് കടന്ന് അനീഷിനെ സഹായിക്കാൻ വേണ്ടി ഷാനവാസ് ചെയ്യുന്ന പരിപാടി ഒന്നും അല്ല. പക്ഷെ ഷാനവാസിന് ജെന്യൂനിറ്റി ഉണ്ട്, പക്ഷെ അത് പുറത്തുണ്ടാവും. ഗെയിം ഉണ്ട്, 10% മാത്രമാണ് അതിലൊരു. പക്ഷെ ആ ജെന്യൂൻ സാധനം ചിലപ്പോ പുറത്തിറങ്ങി ചിലപ്പോ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ജെന്യൂൻ പോലെ ഷാനവാസിനില്ല, അനീഷിനുണ്ട്. ഷാനവാസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഷാനവാസിന്റെ കാര്യത്തില് എനിക്ക് ഫീൽ ചെയ്തോ, എനിക്കും തന്നെ ഫീൽ ചെയ്യണേ. ഇതൊരു 90% ഗെയിമാണ്, 10% മാത്രമേ അയാൾ ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ഈ ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ പറഞ്ഞ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുമ്പോ ചിലപ്പോ റെഡി ആവും. പിന്നെ എല്ലാരും അങ്ങനെ തന്നെ. അല്ല, പക്ഷെ അനീഷ് വിചാരിക്കുന്നത് ഇത് ഒറിജിനൽ അല്ല. അനീഷിന്റെ സ്കീം എന്താ വെച്ചാൽ അനീഷിനും ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ വന്ന ഫ്രണ്ട്ഷിപ്പാണ്. ലാലേട്ടൻ മനസ്സ് തുറക്കുന്നു പറഞ്ഞപ്പോ ഫ്രണ്ട്ഷിപ്പാണല്ലോ. എന്നിട്ട് ഇന്നലെ ഇരുന്ന് ഒറ്റയ്ക്ക് പോയിരുന്നു പറയണ്ടല്ലോ മൈജി കോർണറിൽ, ഞാൻ എന്റെ മനസ്സ് തുറന്ന് ഉള്ളിൽ കൊണ്ടുവന്നവൻ അങ്ങനെയാക്കി. അല്ല, അനീഷിന് അറിയാം ഒന്നില്ലെങ്കിൽ ഷാനവാസ് അല്ലെങ്കിൽ ആദില ആരാണ് കോയിൻ എടുത്തത് എന്നുള്ളത് അനീഷിന് അറിയാം. ആ ഇൻഡ്യൂഷൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അനീഷ്. അല്ലാതെ അനീഷിന് ഈ കോയിൻ കിട്ടിയോണ്ട് വലിയ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ആ കോയിൻ അത്ര പ്രഷ്യസ് ആണെന്ന് പറയുന്നത് അങ്ങനത്തെ സ്കീമൊന്നുമില്ല. അനീഷിന് അറിയേണ്ടിയിരുന്നു ഇത് ആരാ എടുത്തതെന്നുള്ളത്. അത് ആദിലയിലുള്ള ഫ്രിക്ഷന്റെ സമയത്താണ് ആദിലയാണ് എടുത്തതെന്ന് അറിയുന്നതെങ്കിൽ അത് വലിയൊരു ബോംബായിട്ട് പൊട്ടിക്കായിരുന്നു. അപ്പൊ അത് നടന്നില്ല. എന്താണെങ്കിലും ആദില ഇന്നലെ കോയിൻ ഷാനവാസിന് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. ആദില ഓൾറെഡി പറഞ്ഞതാണ് അത് നേരിട്ട് ആരേക്ക് കൊടുക്കാം, ഈ പറഞ്ഞ അനീഷിനേക്ക് കൊടുക്കാന്നുള്ളത്. പക്ഷെ ഇല്ല, കുഴപ്പമില്ല, ഈജിന്റെ തന്നോ എന്ന് പറഞ്ഞിട്ട് മേടിച്ചു വെച്ചതാണ് ഷാനവാസ്. അത് ഷാനവാസിന് അതിലൊരു വേറൊരു ഗെയിം ചുമ്മാ കളിക്കാന്ന് വിചാരിച്ചിട്ടാണ് ആ ഗെയിം ഒന്ന് കളിക്കുകയും ചെയ്തു. അടുക്കളയിൽ നിന്നിട്ട് നേരെ ഉൾട്ട അടിച്ച ആദില കൊണ്ടുപോയി കൊടുത്ത സാധനം ഈ ഷാനവാസ് ഇന്റെ ഫ്രണ്ടാണ് അനീഷിന് മേടിച്ചു വെച്ച ഐറ്റം ഒന്നും അല്ല. ഷാനവാസ് അങ്ങനെയാണ് പറഞ്ഞത്. അതെ, ശരിക്കും ലാലേട്ടൻ വരുമ്പോണ്ടല്ലോ ഇത് ഇങ്ങനെ ഈ ക്ലിപ്പ്, ഈ 2 ക്ലിപ്പ് ആദില് ഷാനവാസ് സംസാരിക്കുന്നത്, ആ കോയിൻ കൊടുത്തിട്ട് ആദില ഷാനവാസിനോട് പറയുന്നതും വേണ്ട അത് നമുക്ക് വേറെ ഗെയിം കളിക്കാതെ ഷാനവാസ് എടുത്തു വെക്കുന്നതും, ഈ അടുക്കളയിൽ നിന്നിട്ട് ഇന്ന് ഷാനവാസ് അത് മാറ്റി പറഞ്ഞതും, ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്താണ്ടല്ലോ ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ തീർന്നു കിട്ടും. ഞാൻ നോക്കുമ്പോൾ കുറെ ഷാനവാസ് ഫാൻസ് എല്ലാരും കൂടി ഏറ്റുപിടിച്ചിട്ട് ഇക്കായെപ്പോലെ ഒരു ഫ്രണ്ട് കിട്ടിയ ഷാനവാസ് എന്ത് ഭാഗ്യവാൻ എന്നൊക്കെ പറയും. എന്ത് ഭാഗ്യം, ഒരു ഒലക്കിയില്ലേ ഈ ഷാനവാസിന്റെ ഈ ലൂപ്പിൽ പോയിട്ട് ഈ ഒരു എന്താ പറയാ ആ ഒരു സർക്കിളിൽ പോയിട്ട് വീണ അനീഷിന് ഇപ്പോഴും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? അനീഷിന് ഇന്നിപ്പോ അനീഷ് അവിടെ വന്നിട്ട് അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ഷാനവാസിനെ വിളിച്ച് പറഞ്ഞിട്ടും ആ കോയിനാണ് കൊടുത്തപ്പോഴത്തേക്ക് അനീഷിനെ മുഖം. അനീഷ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു 2-3 വയസ്സുള്ള വാശി പിടിക്കുന്ന ഒരു കുട്ടി, അതിനപ്പുറം അനീഷൊന്നുമില്ല. ആ വാശി അയാൾ ഗെയിമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇന്നിപ്പോ ആ കോയിൻ കിട്ടിയ ആൾക്കാണ് സന്തോഷമായി. പിന്നെ ഷാനവാസിനായിട്ട് ആർക്കും മിണ്ടണം. അപ്പൊ അവിടെ ഷാനവാസ് സ്കോർ ചെയ്യാണ്. അങ്ങനെ മിണ്ടാൻ പോകുന്ന അനീഷിനെ അടിച്ചിരുത്താണ് ആര്, ഷാനവാസ്. സെന്റിമെന്റ്സ് സാധനങ്ങൾ ഇട്ടിട്ട് അടിച്ചാണ്ടിരുത്താണ്. അന്ന് ഈ ഫുഡ് കഴിക്കാതെ പോയിരുന്നപ്പോ അന്നെ ഞാൻ വിളിച്ചാല് ആ സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അനീഷിന് ഉത്തരല്ല. അവിടെ ഇക്ക മാസമാണ്. ഇത് ഷാനവാസിന്റെ ഗെയിം, അത്രേ പറയുള്ളൂ. ആ ഗെയിമിന് പോയി ചാടി കോയിൻ കൊടുക്കുമ്പോൾ ചിരിയുണ്ടോ അനീഷിന്റെ? പിന്നെ അതിനുശേഷം വേണ്ടിട്ട് പ്രേക്ഷകർ സെലക്ട് ചെയ്തത് അനീഷിനെയാണ്. അക്ബർ നല്ല രീതിയിൽ ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ബറെ ചവിട്ടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിൽ കണ്ടിട്ടില്ല. BB+ വരുമായിരിക്കും, ലൈവ് കണ്ടവർക്ക് അറിയാം.
അനീഷ ആദിലേനോടും കൂടി ഉള്ള ഒരു ദേഷ്യം ഉണ്ടല്ലോ, അതൊക്കെ പാടെ കൂടി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൗദ്രഭാവത്തിലേക്ക് നീ മറ്റേ സാധനം നീ കുട്ടിയല്ല ഇത് ഫണ്ണായിട്ട് ലൈവില് പക്ഷെ കുറച്ചൊന്ന് അനീഷ അഗ്രസീവ് ഫേസിലേക്ക് പോയിരുന്നു. ഐ ഡോണ്ട് നോ, അത് കാണിച്ചിട്ടില്ല. അതിനുശേഷമാണ് പൂമ്പാറ്റകളുടെ തെറ്റൽ വേർപിരിയലോ എന്ന് പറഞ്ഞ ക്യാപ്ഷനോട് കൂടി ഏഷ്യാനെറ്റ് സാധനങ്ങൾക്ക് ഇറക്കി വിട്ടത്. ഞാൻ ഇത് ഓൾറെഡി പ്രൊഡിക്റ്റ് ചെയ്ത ഒരു സ്കീമാണ്. അതായത് ആദില നോറയുടെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് ഒന്ന് ഇവരുടെ ഈ ഒരു എന്താ പറയാ കപ്പിൾ ആസ്പെക്റ്റിന്റെ മുകളിൽ ആ വീട്ടിലുള്ള ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അല്ലെങ്കിൽ അതിലേക്ക് ആരെങ്കിലും പോയാൽ അത് ഓബ്വിയസ്ലി ലക്ഷ്മി പോയി, അതവിടെ ഒരു സീനായി. ഇനി അടുത്ത അവരുടെ ഒരു മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് അവരുടെ തെറ്റലാണ്. ഓക്കെ, അതൊരു ഓർഗാനിക് ആയിട്ട് തെറ്റിൽ വരുമോ അതോ ഇനി പ്ലാൻഡ് ആയിട്ട് അവർ തെറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് ഐഡിയ ഇല്ല. ഈ ആഫ്റ്റർ ഓൾ അവർ ഗെയിം കളിക്കാൻ വന്നവരാണ്, അവർ ഗെയിം കളിച്ചിട്ട് തന്നെ പോകും. കാണുന്ന പ്രേക്ഷകരോട് ഞാൻ ഒരിക്കലും പറയില്ല ആദില നോറ 2 ഗെയിമേഴ്സ് അല്ലാത്ത പ്യുവർ സോൾസ് ആണ്. പ്യുവർ സോൾസ് അവർ ബൈ നേച്ചർ അവർ പ്യുവർ സോൾസ് ആണ്. പക്ഷേ ആസ് ഗെയിം ആസ്പെക്ട് ദി ആർ പ്രോപ്പർ ഗെയിമേഴ്സാണ് രണ്ടുപേരും. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഇവിടെ ഇവരുടെ സംസാരത്തിൽ ഒരാൾ മറ്റേ ദേഷ്യം പറ്റുന്നില്ല. നൂറ് പറയുന്നത് തോന്നിയത് നൂറ് പറഞ്ഞത്, അതായത് അതിനോടൊന്ന് ആവശ്യം ആർക്കില്ല, നൂറയ്ക്ക് ശരിക്കും ഇല്ല. ചിലപ്പോ എനിക്ക് തോന്നുന്നത് പുറത്ത് ഫാൻസിനായിട്ട് അല്ല തോന്നിയിട്ടാണെങ്കിലും ചോദിക്കുക. കാരണം കോമണർ ഉള്ള ചിന്തയിലും പിന്നെ അതിൽ അങ്ങോട്ട് അടി ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്ക് ഹേറ്റ് കൂടും എതിരെ നൂറ ഉപദേശിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നൂറയ്ക്ക് ശരി നൂറ ഇൻഡിവിജ്വൽ ഗെയിമറാണ്. അതിൽ വേറൊരു ഇൻഡിവിജ്വൽ ഗെയിമറാണ്. അവർ രണ്ടുപേരും കൂടി ഒന്നായിട്ട് നിൽക്കുമ്പോഴാണെങ്കിൽ ഇത് കുറച്ചും കൂടി റെലവെന്റ് ആയിരുന്നു. ഇതല്ലാത്തൊരു സാഹചര്യത്തിൽ പല സാഹചര്യങ്ങളിലായിട്ട് നൂറ പല സാഹചര്യമായിട്ട് ആദിലനോട് പറയുന്നുണ്ട്. പക്ഷെ ആദില പറയുന്ന ഒരു ആസ്പെക്ട് നൂറയ്ക്ക് പുറത്തിരിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കാം. കാരണം നമ്മൾ കുറേ വിഷ്വൽസ് കാണുന്നില്ല അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയില്ല. അറ്റ്ലീസ്റ്റ് അതിന് അകത്തിരിക്കുന്ന നൂറ ഇപ്പം സത്യത്തിൽ ആദിലനെ എന്ത് ചെയ്യാണ്, ഹെയ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. മനസ്സിലായോ? നൂറ ആദിലയ്ക്ക് ഹെയ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് കാണുന്ന പ്രേക്ഷകരും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഇല്ല ഇവള് ചെയ്തതാണ് തെറ്റ്, ഇവർക്ക് ദേഷ്യത്തിന്റെ പ്രശ്നമുണ്ട്, ആങ്കർ മാനേജ്മെന്റ് ഉണ്ട്, ഇവള് എന്തിനാ മറ്റേ ആളെ പിന്നാലെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ആൾക്കാർ പറയുന്നത് ശരിയായിട്ടുള്ള ആൾക്കാർ എടുക്കൂ. അവിടെ എന്താ ചെയ്യണ്ടേ? നൂറ് ആദിലനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഒരു മെയിൻ സംഗതി. അത് എല്ലാരും ചെയ്യുന്നുണ്ട്. ഇത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്, പക്ഷെ നമ്മളൊക്കെ എത്തുമ്പോ വേറെ രീതിയിലാണ് പോകുന്നത്. അല്ല, അവരുടെ ഇടയിലും അതൊരു ഫ്രിക്ഷൻ ആയിട്ട് വന്ന പോലെയാണ്. അതായത് നൂറ് അവളോട് പറയുന്നത് എന്താ വെച്ചാൽ അതിനോട് പറഞ്ഞാൽ നീ ശ്രദ്ധിച്ച് കളിക്ക്, അതിന് പറഞ്ഞല്ലോ. നൂറയ്ക്ക് ഭയങ്കരമായ പോസിറ്റീവ് ആവും. നൂറയ്ക്ക് അതിലേക്ക് ഇത് വീണ്ടും നെഗടിക്കും. നൂറയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവാണ് ഇതിനകത്ത് കയറാൻ പോകുന്നത്. അതിനുശേഷം വീണ്ടും ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് അനീഷ് കോംബോയുടെ സംഗതികളും അതിനിടയിൽ നമ്മളുടെ ക്രിഞ്ച് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ ഇതാ പറയുന്നത്. ഷനീഷ് കോംബോനകത്ത് നമ്മളുടെ ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ടുണ്ട്. ഷാനവാസ് അങ്ങനെയാണ് ചില ഇമോഷണൽ ഐറ്റങ്ങൾ, ഇമോഷണൽ ബാഗേജ് എടുത്തിട്ട് എതിരുള്ള ആൾക്കാർ ഇട്ട് കൊടുക്കും. ഞാൻ വേറെ ഒന്നും കേട്ടല്ലോ ആരോ പറയുന്നത് ഷാനവാസ് നിന്നെ കുറിച്ചുള്ള കാര്യം ഞാൻ എന്തോ അങ്ങനെ പറയുന്നുണ്ട്. അതിനോട് തന്നെ ആയിരിക്കും ഷാനവാസ് എല്ലാവർക്കും നിന്റെ കാര്യം ഞാൻ പറയട്ടെ, നിന്നെ അത് പറയാതിരിക്കണം അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അത് എല്ലാവരും സ്ഥിരടിക്കുന്ന നമ്പറാണ്. അതിനുശേഷമാണ് കെട്ടിപ്പിടുത്തം, ബാക്കി പരിപാടികൾ അവിടെ അവര് അതാ ഞാൻ പറഞ്ഞ എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നിയിരുന്നു. കുറച്ച് അവരുടെ പക്ഷെ അവരുടെ സ്നേഹം കാണിക്കുന്നതും തെറ്റ് മാറുന്നതും അങ്ങനെ. അവർ കപ്പിളാണല്ലോ. കപ്പിളാവുമ്പോ പിന്നെ ഇനിയിപ്പോ 2 ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണെങ്കിലും അവർ കപ്പിളാണ്. കപ്പിളാവുമ്പോ ഇപ്പൊ ഒരു ആണും പെണ്ണും ഭാര്യയും ഭർത്താവും അതിനകത്ത് എന്താ കാണിക്കുക, അതിന് ആ റൊമാൻസ് അവരും കാണിക്കണം. ശരിക്കും ഭാര്യയും ഭർത്താവും ഒരാണും പെണ്ണും കാണിക്കുന്ന പോലെ തന്നെ ഉണ്ട് അവർ കാണിക്കുന്നത്. അവർ നമ്മൾ സ്നേഹിക്കുന്നവരല്ലേ. അല്ല, അതാ ഞാൻ ആലോചിച്ചത്. അവരുടെ ആ ഒരു സെക്ഷുവാലിറ്റി ആണെങ്കിൽ കൂടി അവർ അങ്ങനെയാണ് കാണിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെ ഇഷ്ടം അവർ വളരെ ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കുരുപൊട്ടി ഒലിച്ച് നാളെ അത് വൻ രീതിയിൽ പുറത്ത് സീനാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ആ വിഷ്വൽസ് ചില മതവാദികൾക്കും മനസ്സിലായോ, ചില ഇതേപോലെ ഒരു എന്താ പറയാ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ സൊസൈറ്റിക്കകത്ത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരില്ലേ, അങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് ഈ വിഷ്വൽസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി എന്തോ അവരെ കുരുപൊട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ബീബി ഇട്ട് കൊടുത്തവരാണോ ഇത് എന്നുള്ളത് വരെ ഞാൻ ചിന്തിച്ചു പോയി. ഓക്കെ, അങ്ങനെ ആ വിഷ്വൽസ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം തലണ ഉണ്ടാക്കുന്ന പരിപാടി ലാലേട്ടൻ വന്നിട്ട് ഇവരുടെ തലണ നോക്കുന്നത്, തലയിൽ ജയിച്ചവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പോകുന്നത് അപ്പോഴായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അനിമോളുടെ എക്സ് അവർ ഹാപ്പി കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്നു. ഈ ചെക്കന് വരുന്നത് ജീവൻ എന്നാണ് ആ ചെക്കൻ്റെ പേര്. ഇവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ പഴയത് കിടക്കുന്നുണ്ട്.
പിന്നെ ഇവര് തെറ്റിപ്പിരിഞ്ഞത് ആ ഇന്റർവ്യൂലൊക്കെ ഇവര് അങ്ങനെ കപ്പിൾസ് അല്ലാതാണല്ലോ പറയുന്നത്. ആണ്, അങ്ങനെയാണ് ഞാൻ കണ്ടത് പഴയ. ഇവര് ഡാൻസ് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു പണ്ട്. അതിനകത്തൊന്നും ഓബിയസ്ലി കുറെ അധികം സംശയങ്ങൾ ഇവർ രണ്ടുപേരും കപ്പിൾസ് ആണോ ഇവർ ഇഷ്ടത്തിലാണോ എന്നുള്ള സംഗതികളൊക്കെ മനസ്സിലായോ. പക്ഷെ ഇന്റർവ്യൂവിനകത്തൊന്നും ഇവരത് എന്തില്ല അങ്ങനെ സംഗതി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് വിട്ടത്. ഇവിടുത്തെ സീൻ എന്താണെന്ന് വെച്ചെങ്കിൽ ഓൾറെഡി ഈ ചെക്കം വരുന്ന കാര്യം ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോ അവൻ്റെ പേരെടുത്ത് പറഞ്ഞെങ്കിലും ആരെങ്കിലും ഒക്കെ വരും, അല്ലെങ്കിൽ എക്സ് വരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. പക്ഷെ ഞാനത് അനുമോളുടെ ഈ ജീവന്റെ ഐറ്റം വെക്കാതെ റെനാ ഫാത്തിമയും റെനാ ഫാത്തിമേന്റെ ചെക്കൻ്റെ പേരെന്ത് ചെയ്തു, ആലിബിനെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്കിത് ഓൾമോസ്റ്റ് അറിയുമായിരുന്നു ഇങ്ങനെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ പയ്യൻ വരുന്നു എന്നുള്ള കാര്യം. പയ്യൻ വന്നു, ആ ചെക്കൻ അനുമോളെ തിരിഞ്ഞു നോക്കിയില്ല, അനുമോൾ ആ ചെക്കൻ അങ്ങോട്ട് നോക്കിയില്ല, അനുമോൾ ആദ്യം ഞെട്ടി. പിന്നെ മാത്രമല്ല ലൈവ് കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവും, അനുമോൾ ആദിലേനെയും കൊണ്ട് ഡ്രസ്സിംഗ് റൂമിന്റെ അകത്തേക്ക് വാഷ്റൂമിന്റെ അകത്ത് പോയി. അവിടെ അവർ തമ്മിൽ കരഞ്ഞ് കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ആദില അതിന് ശേഷം ആദിലും നൂറയാണെങ്കിലും ആ ചെക്കനോട് അത്ര എന്ത് ചെയ്തിട്ടില്ല, മൈൻഡ് അടിച്ചിട്ടില്ല. അല്ല, അത് അനുമോളുടെ ലൈഫില് നടന്ന കുറെ അധികം മോശപ്പെട്ട, നമ്മളിപ്പോ പറയുന്നില്ല, ഇതിപ്പോ നമ്മൾ പുറത്ത് പറയുന്നില്ല അങ്ങനത്തെ കാര്യം. ഇനിയിപ്പോ അത് അനുമോളോ അല്ലെങ്കിൽ ആ ചെക്കനോ ആരും പറയാത്ത കാര്യം നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അതിന് ചെക്കനൊരു സൈഡ് ഉണ്ടാവും, അനുമോൾക്ക് വേറൊരു സൈഡ് കാണും. ഇതുപോലെ ഷോയിൽ അവർ വന്നു, അവർ ആ സാധനം എന്ത് ചെയ്തു, പ്രൊമോഷൻ ചെയ്തു, അവരവരുടെ വഴിക്ക് പോയി. അനുമോള് കണ്ടു, അനുമോളുടെ വഴിക്ക് വിട്ടു. അല്ലാതെ പ്രത്യേകിച്ച് ആ ചെക്കൻ അനുമോളോട് എന്തെങ്കിലും പറയാനോ പറയാനോ ഒന്നും നിന്നിട്ടില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ മോള് ഞാൻ സത്യത്തിൽ അതൊരു വേറൊരു വീഡിയോ ആക്കി ചെയ്യണ്ട. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അതെന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ഡിഫറെന്റ് കോണ്ടന്റ് ആക്കി ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, അനുമോൾ ഈ പയ്യൻ കാരണം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്നൊക്കെയുള്ള ഒരു സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കേട്ട പല കാര്യങ്ങളൊക്കെ ഉണ്ടാവൂടെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇത് എസ്കലേറ്റ് ചെയ്യണ്ടെന്നുള്ള തീരുമാനം അനുമോളുടെ ആളുകളുടെ സൈഡിൽ നിന്നും, പിന്നെ അനുമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവരാണ് അതിന്റെ ഫുൾ അതോറിറ്റി ഉള്ളത്. അവര് വിട്ടു. ഇനി ആ പയ്യന്റെ ഭാഗത്തുനിന്നും ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാത്തതുകൊണ്ട് ലീവ് ഇട്ട്. ആ ചെക്കനാണെങ്കിലും ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ഗുഡ് ജസ്റ്റർ ആണ് കാണിച്ചത്. പോകുന്ന വഴിക്ക് ഈ സീരിയലിന്റെ ട്രെയിലർ അവിടെ പ്ലേ ചെയ്ത സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇവര് ടിവിന്റെ മുന്നിൽ വന്നപ്പോ അനീഷിന്റെ ഭാഗം 2-3 ചോദ്യം ഉണ്ടായിരുന്നു മോളെ. അനീഷ് വന്നിട്ട് ഈ സീരിയലിലെ ഈ ക്യാരക്ടർ ചെയ്യുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫായിട്ട് ബന്ധമുണ്ടോ ചോദിച്ചപ്പോ ഈ ജീവൻ പറഞ്ഞു, ഒരു 50% എനിക്കിത് റിയൽ ലൈഫായിട്ട് ബന്ധമുണ്ട്. മനസ്സിലായോ? അനീഷ് അറിയാതെ ചോദിച്ചാൽ. പക്ഷെ അനീഷ് എറിയായിരുന്നുണ്ട്, കൊള്ളിക്കണ പോലത്തെ എറിയായിരുന്നു അനീഷ് അറിഞ്ഞുകൊണ്ട് അടിച്ചതാണോ ജിഷിന് മാത്രമേ എനിക്ക് തോന്നുന്നു ജീവൻ. പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിച്ചു, ജിഷിന് അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം പോകുന്ന നേരത്തെ നെയ്യും പറഞ്ഞു, ഞാൻ അവിടെ ഇറങ്ങിയ നിന്നോട്ട് ഫസ്റ്റ് കാണാൻ വരാ കേട്ടോ പറഞ്ഞത്. നെവിനും അവിടുന്ന് കണ്ടിട്ടുണ്ട്, വേറെ ഷോന്റെ അറിയാവുന്ന ഒരാളുണ്ട്. ആരറിയോ? അഭിലാഷിനറിയാം. അഭിലാഷിന് ഈ വിഷയങ്ങളെല്ലാം അറിയാം. അഭിലാഷ് പോണതിന് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ സംസാരിച്ച സമയത്ത് ഇങ്ങനെ ആസ്പെക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിലാഷിന് ഈ വിഷയം അറിയാം. അഭിലാഷിന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അറിയാം. പക്ഷെ അഭിലാഷും ആ ഒരു സാധനം കീപ്പ് ചെയ്തിട്ടുണ്ട്. അഭിലാഷും അത് കുത്തി ചോദിച്ചിട്ടില്ല, പരിപാടിക്കോ പോയിട്ടില്ല. ഇനിയാണ് പറയാനുള്ളത്, ഈ തലണ ടാസ്ക് കളിക്കുമ്പോഴാണ് തോന്നുന്നു ഈ ആദില അനീഷ് പ്രശ്നം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ടൈമില് അനീഷ് പോണ വയ്ക്കാൻ കണ്ട് ആദിലയുടെ ദേഹത്ത് തട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ആദിലയുടെ ദേഹത്ത് അനീഷ് തട്ടി. അതിന്റെ റിഫ്ലക്സ് അല്ലാന്നും പറയുന്നുണ്ട്, ആദില റിഫ്ലക്സ് ആണെന്നും പറയുന്നു. പക്ഷെ ലൈവില് ഞാൻ എവിടെ ആ ക്ലിപ്പ് കണ്ടില്ല. പക്ഷെ ഇതിനെ കുറിച്ച് മാറിയിരുന്ന എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒരു ടാസ്കിനിടയിലാണ് ഇത് ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആര്യം പറയുന്നതിന്റെ ക്ലിപ്പ് ഞാൻ അവിടെ വയ്ക്കാം. എന്തോ ഒരു ഫിസിക്കൽ സാധനം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആരും എസ്കലേറ്റ് ചെയ്തിട്ടില്ല. ആദിലേക്ക് അതൊരു വിഷയമായിട്ടില്ല, അനീഷിനും അതൊരു വിഷയമില്ല. പക്ഷെ വീട്ടുകാർ ബാക്കിയുള്ളവരൊക്കെ മാറിയിരുന്ന് അവിടെ ഇരുന്ന് ഒറ്റയും തെറ്റായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര മോശമായി, അത് നിങ്ങളൊരു എത്ര ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അടിക്കരുത്. അപ്പോൾ പറയണേ റിഫ്ലെക്സ് ആക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരാളെ ഇടിച്ചാൽ അപ്പം തന്നെ റിഫ്ലെക്സ് ആക്ഷൻ അല്ല റിഫ്ലെക്സ് ആക്ഷൻ. ഇത് ഒരാളെ ഇടിച്ചിട്ട് 2 മിനിറ്റ് ചിന്തിച്ചിട്ട് ഒറ്റടിയാണെന്നത് ശരിയില്ല. എന്നെ ആരും തൊടാൻ ഞാൻ തിരിച്ചടിക്കും. അവിടെ അതല്ലേ മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ ബേസിക്കലി ജിസയിലും അനുമോൾ ലിപ്സ്റ്റിക്ക് മാറ്റിയപ്പോൾ ജിസയിലും റിഫ്ലെക്സ് ആക്ഷനല്ലേ കാണിച്ചത്. പക്ഷെ പണി കിട്ടിയത് 2 പേർക്കും അല്ലേ. 2 പേരല്ലേ ജയിലിൽ പോയത്, 2 പേരല്ലേ ഡയറക്റ്റ് എഫക്ഷനിൽ പോയത്.
ഞാൻ പറഞ്ഞത് ഇത് പിന്നെ ഇതിലുള്ള ഇഷ്യൂ എന്താ അറിയോ, ഇതില് നമ്മള് കയറി ഇടപെടുന്നവന്മാര് മണ്ടന്മാരാ. അല്ല ഇവിടെ എന്താ പറഞ്ഞവള് നമ്മള് നോക്കിക്കോളാം, നിങ്ങളധികം ഇൻവോൾവ് ആവേണ്ട ഈ കാര്യത്തിൽ. പേടിയുണ്ട്. അപ്പൊ നൈസായിട്ട് ഇങ്ങനെ ഇത് പോവാൻ വേണ്ടി അതാണ് മെയിൻ സാധനം. മനസ്സിലായോ? അവർക്കറിയാവുന്ന ചെയ്തപ്പോ തെറ്റാണ്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ പ്രേക്ഷകർ കാണിക്കാൻ വേണ്ടിയാണ് എന്നോട് സംസാരിക്കണേന്ന് അങ്ങനെ ചോദിച്ചോ? അത് ക്യാമറയുടെ ഫ്രണ്ടിൽ ജയിലിൽ കേട്ടു ആ ശബ്ദം പട്ടയെന്ന് പറഞ്ഞില്ല. ഞാൻ സ്പോട്ടിൽ ചോദിച്ചു, സ്പോട്ടിൽ തന്നെ ചോദിച്ചു. അപ്പൊ അയാൾ ഇടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാണാത്ത കാര്യമാണ്, അയാൾ എങ്ങനെയാണ് ഇടിച്ചത്, കാണാതെയാണോ കണ്ടിട്ടാണോ ഇതൊന്നും എനിക്ക് അറിഞ്ഞു. ഇടിക്കുന്നത് അത് പിന്നെ അയാൾ ഇടിച്ചു. ചാൻസ് ഇല്ല. എനിക്ക് ഈ സീൻ കണ്ടിട്ടില്ലേ, അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിന്നെ ഇത് ചെയ്യേണ്ടതും നല്ല കറി ടാസ്കിൽ ഹീറ്റായ ചെയ്യണതും വ്യത്യാസം. പിന്നെ എടാ നീ കണ്ടില്ല ഇടിച്ചതിന് ശേഷം ഒരു തെറിയും ചോർന്നു. അതാ പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന്. അങ്ങനെ എടി ഞാനും അക്ബർ തമ്മിൽ നമ്മളിങ്ങനെ കാണുമ്പോഴേ മോനെ അങ്ങനെ ചെയ്യണതും ടാസ്കിന് ഹീറ്റായ ഭയങ്കര ചൂട് രണ്ടുപേരും പിന്നെ ഇങ്ങനെ അടിക്കണത് അത് വ്യത്യാസമുണ്ട്. ഫ്രണ്ട്ഷിപ്പില്ല അതൊക്കെ പലതും പറയും. പിന്നെ അങ്ങനെ മാറ്റം. അല്ല ഇന്നലെ രാത്രി ഞാനും ഇവരൊക്കെ കൂടി സംസാരിക്കുമ്പോഴത്തേരും ആദില കിടന്നുറങ്ങായിരുന്നു. അപ്പൊ നൂറ് തന്നെ പറഞ്ഞു ഈ പറഞ്ഞ പോലെ മറ്റേ അക്ബർ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയപ്പോ ആരാണ് ജയിലിൽ വിടണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇവളെ പറഞ്ഞായിരിക്കുമല്ല അറിയാം. വേറെ ഈ വീക്കിലെ എന്താ പ്രശ്നം? ഇത് ബേസിക്കലി ഫിസിക്കൽ അസോൾട്ട് ആണ്. ഇയാൾ സബ്മിറ്റ് ചെയ്താൽ കാര്യങ്ങളൊന്നും നല്ല വീക്കായിരുന്നു. അതായത് അവിടെ ക്ലിയർ ആയിട്ട് അവരെല്ലാരും ഇപ്പൊ അഭിലാഷ് കണ്ടു എന്ന് പറയുന്നുണ്ട്, ആര്യനത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ അനുമോൾ കിസേൽ വിഷയത്തിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ആര്യന്റെ സീൻ വേറെയാണ്, കാരണം ആര്യൻ എങ്ങനെങ്കിലും കിസേലിനെ വെളുപ്പിച്ചെടുക്കണം എന്നുള്ള പണിക്കാണ് ആര് നിൽക്കുന്നത്. ആര് നിക്കണം ഇന്നും പേടിച്ചിങ്ങനെ വേണ്ടോ. ആര്യനും കിസേലുണ്ട്. ഞാൻ നോക്കുമ്പോ മറ്റേ ചെക്കനും പെണ്ണും വന്നില്ല, ഹാപ്പി കപ്പിൾസിന്റെ പ്രൊമോഷൻ പുറത്തുനിന്ന് വന്ന സമയത്ത് എന്തോ ആരോ പറഞ്ഞു, അപ്പത്തേക്ക് വീണ്ടും ഓടിപ്പോയി. അയ്യോ നമ്മളിനി പുറത്തുനിന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടന്റ് അല്ല. പക്ഷെ ഈ തല്ലിയ സംഗതി, ഈ അടിച്ച സംഗതി, ഇത് ഇന്ന് ടാസ്കിനല്ല. ജിഷിൻ ജയിലിൽ കിടക്കുമ്പോ അത് ഇന്നലെയാണ്. വോട്ടിന്റെ സംഗതിന്റെ ഇടയിലാണ് ആ സംഗതി ഉണ്ടായത്. എന്താണെങ്കിലും അടീന്റെ ഒച്ച കേട്ടു എന്നാണ് ജിഷിൻ പറയുന്നത്, അടിച്ചത് കണ്ടു എന്നാണ് അഭിലാഷ് പറയുന്നത്, ഇവനും ആര്യനും പറയുന്നുണ്ട് അടിച്ചത് കണ്ടു. പിന്നെ ഇത് റിഫ്ലക്സ് അല്ല, മനസ്സിലായോ? റിഫ്ലക്സ് അല്ലാന്നാണ് ആര് പറയുന്നത്, ഇതിനകത്ത് ആര്യം പറയുന്നത്. ഓക്കെ, ഒരു ക്ലിപ്പ് കൂടിയില്ല ശരിക്കും പറഞ്ഞ. പക്ഷെ അവൾ ജസ്റ്റ് റിഫ്ലക്സ് ചെയ്ത കാരണം അവൾക്ക് നല്ല പണി കിട്ടി അവൾക്ക്. ലാലേട്ടൻ രണ്ടുപേർക്കാണ് ജയിലിട്ടത്, ഒരാൾക്ക് മാത്രമല്ല. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്. ഈവൻ ഇഫ് ജിസേൽ ഫസ്റ്റ് ആര് അറ്റാക്ക് ചെയ്തേ, അനുമോൾ എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പൊ ആ റിഫ്ലക്സിൽ ഇങ്ങനെ ചെയ്തുള്ളൂ അവള്. പക്ഷെ പണി കിട്ടിയത് രണ്ടുപേർക്കാണ്. മനസ്സിലായി? അതാ ഞാൻ പറഞ്ഞത്, ഈ വീട്ടിൽ കിട്ടുന്ന പണി രണ്ടുപേർക്ക് തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കാൻ, വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞത്. അവിടെ രണ്ടുപേർക്ക് എവിക്ഷൻ ഇത് കിട്ടി, ഡയറക്റ്റ് എവിക്ഷൻ കിട്ടി. അതല്ലേ ഞാൻ പറയണേ, ദിസ് ദ പ്രോബ്ലം ഇൻ ദിസ് ഹൗസ്. അത് ഇവർക്ക് രണ്ടാക്കും കംപ്ലൈന്റ് ഇല്ല. സോ അത് നമുക്ക് ഓർക്കല്ലാന്ന് തോന്നണം, അതാണ് തോന്നുന്നു, എനിക്കറിയില്ല. സംഭവം ഇതാണ്, കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ചടിച്ച് അയാളെ പ്രശ്നം. മറ്റേതൊന്നും അയാൾക്ക് ഓർമ്മയും കൂടി ഇല്ലാന്ന് തോന്നുന്നു. എന്താണാവോ? ഓർമ്മയില്ലായിട്ടല്ല, അയാൾക്ക് അതൊന്നും അല്ല. അയാൾക്ക് ആ നാരങ്ങമ്മേല് ആ സാധനത്തുമ്മ കയറി ഇരുന്നതാ പ്രശ്നം. അല്ല, ചിലപ്പോ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് പോകുമെന്ന് പേടിയുണ്ടായിരിക്കും. അതുകൂടെ കൊണ്ടായിരിക്കാൻ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന അയാൾ അങ്ങനത്തെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ടാസ്ക് അല്ല, അന്നൊരു ദിവസം ടാസ്കിൽ ഇവള് എന്താണ് ഈ എന്തോന്ന് വിളിച്ച്, അപ്പൊ പുള്ളിനോട് പോയി സോറി പറയാൻ പോയി. അപ്പൊ ഞാൻ അതിനാ ശരിക്കും അക്ബർക്കാ അയാളുടെ കോയിൻ എടുത്ത് വെച്ചുകൊണ്ട് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചീത്ത പറഞ്ഞതിന് പുള്ളിക്ക് ഞാൻ ചോക്ലേറ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് എടുത്തു വെച്ചത്. പിന്നീട് വന്നിട്ട് പിന്നെ കച്ചറുണ്ടാക്കിയപ്പോൾ ഞാൻ അത് ഷാനവാസ്ക്ക് ചോദിച്ചപ്പോൾ കൊടുത്തു ഇയാൾ ചോക്ലേറ്റ്. ഞാൻ അത് വിട്ടത് നേരക്കാണ്. ഞാൻ വിളിച്ചതിന് കേട്ടോ, ഇടിച്ചതിനല്ല, വിളിച്ചതിന്. അത് നേരാക്കാന്ന് കരുതിയിരിക്കണ്ടായിരുന്നു. പക്ഷെ എന്നെ ചൊറിയായി കേട്ടില്ലേ? അതായത് നെഞ്ചത്ത് കൈ കൊണ്ട സമയത്ത് അത്
അതിലേക്ക് അത്ര കംഫർട്ടബിൾ ആയി തോന്നിയില്ല. അതിലെ പോയി അതിന് റിയാക്ഷൻ ഇതാണ്. അത് അപ്പൊ തന്നെ വന്ന റിഫ്ലക്സ് ആണോന്ന് അറിയില്ല, പോയി പിന്നെ അടിച്ചാണോന്ന് അറിയില്ല. എന്തായാലും രണ്ടുപേർക്കും കംപ്ലൈന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, സംഗതി ഒരു വിഷയമല്ല. ജിഷിൻ ഇന്ന് ഇത് ജയിൽ നോമിനേഷന്റെ സമയത്ത് വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ജിഷിൻ BB കട്ട്സിൽ ചിലപ്പോൾ വരുമായിരിക്കും പ്ലസ്സിൽ. ജിഷിൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം. ജിഷിൻ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഗതി ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സംഗതി പറയും. പക്ഷെ ഇത് എവിടെയും നമ്മൾ ലൈവിൽ എവിടെയും കണ്ടിട്ടില്ല, എപ്പിസോഡിലും കണ്ടിട്ടില്ല. കട്ടും ക്ലിപ്സും സംഗതി ഫിസിക്കൽ സാധനം ഇനി വരണ്ട. അങ്ങനെ ആദിലേനെയും അനീഷിനെ രക്ഷപ്പെടുത്തി BB ടീം. അതിന് വേറൊരു കോൺസ്പിറസി ഉണ്ടായിരുന്നടി. കൊറേ വട്ടം മറ്റേ ബൗളിനകത്ത് പേരെടുത്ത സമയത്ത് അക്ബറിന്റെ പേര് വന്നില്ല. 13 തൊട്ട് അക്ബറിന്റെ പേര്. ഓ നിങ്ങൾ അക്ബർ ഫാൻ ആണല്ലേ എന്റെ പോലെ. സ്നേഹത് പറ്റിയില്ല കേട്ടോ. ആ വീഡിയോ കണ്ടിട്ട് സ്നേഹ ഒക്കെ റിപ്പോർട്ട് അടിക്കുന്ന വീഡിയോ ഇരുന്നിട്ട് അക്ബർ കളിച്ചാൽ ഞാൻ പറയുന്നില്ല, അങ്ങനെ പേര് വരാതിരിക്കുന്ന സ്കീമുള്ളൊരു പരിപാടി പോട്ടെ സാറില്ല. അക്ബറിന് വേണ്ടിട്ടല്ലേ. എനിക്ക് അക്ബറിന്റെ സത്യം പറഞ്ഞാൽ എന്താ ഇഷ്ടം അറിയോ? അക്ബർ ഇന്ന് ജയിലിൽ പോയിട്ട് പറഞ്ഞില്ലേ കഥാപ്രസംഗം പറയില്ലേ, ഒരു കോമഡി സാധനമൊക്കെ ചെയ്യില്ല. എനിക്ക് അതൊക്കെ കേട്ടിട്ട് എനിക്ക് ഇഷ്ടം അക്ബറിനെ. നല്ല രസമായിട്ട് കുട്ടി ടി വി ഇരുന്നുണ്ടോ? കുട്ടി ടി വി അതല്ല അക്ബർ നല്ല രസമില്ല സംസാരിക്കുന്നത്. എന്താ ഏറ്റവും കൂടുതൽ കോമഡി ആര്യനെനിക്ക് ഇഷ്ടം. എനിക്കിപ്പോ ആര്യനെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് ആര്യന്റെ കണ്ടില്ല എക്സ്പ്രഷൻ. അപ്പൊ അത് കഴിഞ്ഞു എന്താണെങ്കിൽ നമ്മളെ അടിയുടെ കോൺസ്പിറസി സാധനം നമ്മൾ ലാലേട്ടനും BB ടീമിനും വിട്ടുകൊടുക്കുകയാണ്. നമ്മളെ കാണിക്കത്തോടെ ഇതിനെ കുറിച്ച് ചോദിക്കോ? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷെ അത് ബിഗ് ബോസ് ഒളിപ്പിച്ചോണ്ട് ഇനിയിപ്പോ പറഞ്ഞിട്ട്. പക്ഷെ അത് ചിലപ്പോ ചോദിച്ചാൽ അവള് കാണിക്കേണ്ടി വരും. കാരണം അവർക്ക് ചോദിക്കണമെങ്കിൽ ഇനിയിപ്പോ ചോദിക്കൊന്നുമില്ല. കാരണം ആദിലെ അനീഷും ജയിലിട്ടോട് കൂടിയിട്ട് രണ്ടാളും മച്ചാത്തികളായി മാറിയിട്ടുണ്ട്. സ്നേഹം തുളുമ്പിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. മര്യാദയ്ക്കൊന്നും സംസാരിച്ചാൽ തീരേണ്ട വിഷയങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. കൂടുതലായിട്ടുള്ള സീനുകളൊന്നും ഇല്ല. ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോ ജയിലിന്റെ അവിടെ എല്ലാ ശത്രുക്കളും ഒന്നിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അനീഷ് ഉണ്ട്, മറ്റേ ആദിലാകത്തുണ്ട്, പുറത്ത് ഷാനവാസ് ഉണ്ട്, ബിന്നിയുണ്ട്, നൂറുണ്ട്, അക്ബർ വന്ന് നോക്കുന്നുണ്ട്, അനുമോള് വന്നിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ ജയിലിന്റെ കോൺസെപ്റ്റ് തന്നെ അതാണ്. ശരിക്കും രണ്ട് ശത്രുക്കളെ പിടിച്ചിട്ട് കഴിഞ്ഞപ്പോ അങ്ങനെയല്ലോ ലാലേട്ടൻ കൊടുക്കുമ്പോ കഴിഞ്ഞോട്ടെ ഗിസൈലിനെ അനുമോളും പിടിച്ച് ജയിലിലിട്ടു. അതായത് ആ ഒറ്റയ്ക്കുള്ള സ്പേസ്, ആ വീട്ടിലില്ലാത്ത ഒരു പ്രൈവസിയാണ് ബാക്കിയുള്ളവർ ഇടപെടുന്ന ഒരു സംഗതി. അത് ജയിലിൽ പോകുമ്പോൾ മാറി കിട്ടും. ബാക്കിയുള്ളവർ മാറി പോകൂലോ, സംസാരിച്ച് റെഡി ആവേണ്ട കാര്യമുള്ളൂ. അതിനുശേഷം ബർജർ മറ്റേ സ്പോൺസേർഡ് ടാസ്ക് വന്നു. അത് നമ്മളെ നെവിൻ കപ്രീഷ്യസ് ഡിസൂസ എന്താ എൻ്റെ പേര് അല്ലേ, അങ്ങനെ എന്തോ ആണ് പേര്. നെവിന്റെ ടീം എന്ത് ചെയ്തു, അതില് ജയിച്ചിറക്കുകയാണ്. ജയിച്ചോ. പിന്നെ ക്യാപ്റ്റൻസി പേര് വന്നു. ക്യാപ്റ്റൻസി ടാസ്കിന്റെ പരിപാടികൾ വന്നു. ക്യാപ്റ്റൻസി ടാസ്കിന്റെ പരിപാടി വന്നപ്പോഴത്തേക്ക് ബിന്നി, അക്ബർ, ആര്യൻ. ആര് ക്യാപ്റ്റൻ ആവും? ബിന്നിനെ എന്താന്ന് ആലോചിക്ക്. ബിന്നി ക്യാപ്റ്റനായ ബിന്നിക്ക് ക്യാപ്റ്റൻസി, ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി. അടുത്ത ആഴ്ച ഫാമിലി റൗണ്ട് വരുമ്പോ ബിന്നിയുടെ ഫാമിലി സീന്. എല്ലാവരും ഫാമിലി വരില്ലേ? അല്ല ഞാൻ പറയാം ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടോ? ഇമ്മ്യൂണിറ്റി കിട്ടിയില്ല ബിന്നിക്ക്. അല്ല ശരിക്കും ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇമ്മ്യൂണിറ്റി കിട്ടി ഈ ആഴ്ച ക്യാപ്റ്റനായ ഓൾറെഡി ഇമ്മ്യൂണായി. ശരിക്കും വീട്ടുകാർക്ക് ഇപ്രാവശ്യം ബിന്നിനെ ജയിപ്പിച്ചു വിടുന്നത് നല്ലത്. കാരണം ഈ ആഴ്ച തീർന്നിട്ട് രണ്ടും കൂടി ഒപ്പം പോയി കിട്ടൂലോ. അങ്ങനെ സ്കീം വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. ക്യാപ്റ്റൻ നല്ല രസം. ആര്യ ആൾക്കാരെ ഓരോന്ന് പറഞ്ഞു വരുതിയിലാക്കണത് കാണാന്. എന്ത് വരുതിയാവൻ ആകെ സീനായിരിക്കും. ഒരു വട്ടം ക്യാപ്റ്റനായിട്ട് തന്നെ വീട്ടിൽ ആകെ ഏറ്റവും മോശം ക്യാപ്റ്റനായിട്ടാണ് ആര്യൻ എല്ലാവരും. പിന്നെ ആരും ക്യാപ്റ്റനായിട്ട് ആര്യനല്ല ഏറ്റവും കൂടുതൽ മോശം ക്യാപ്റ്റനായിട്ട് മാറിയത്. അന്ന് നമുക്ക് ആര്യനൊന്നും അത്ര ഇഷ്ടമായിരുന്നില്ലല്ലോ. ഇനിയിപ്പോ ഇഷ്ടമല്ല. ഇനി ഈ ആ ഇഷ്ടം വെച്ച് നമ്മൾ കാണണം എന്താന്നുള്ളത്. പിന്നെ ഇതുകൊണ്ട് അവസാനത്തെ സാധനം പറയണ്ടേ, ഒനിയിലും അഭിലാഷും സംസാരിച്ചത് ആര്യനും ജിസേലിനും. അത് ആ വീട്ടിനകത്ത് എത്രയോ കടന്ന് വട്ടം കറങ്ങുന്ന ഐറ്റമാണ്. അതൊരു സ്ഥിരം പരിപാടിയായിട്ടാണ് ആ സാധനം മാറിയിട്ടുള്ളത്. ഓക്കെ, അത് എന്താ പറയാ, ആർക്കും ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല. ചില ആളുകൾ ആദ്യം ഗ്രൂപ്പ് കളി എന്ന് പറഞ്ഞു, പിന്നെ പാവാട വള്ളി എന്ന് പറഞ്ഞു, പ്രേമത്തിലേക്ക് കൊണ്ടുപോകുന്നു. പല പല പക്ഷേ അത് ഇവര് മൈൻഡ് ഗെയിമേഴ്സ് ആണല്ലോ. ആര്, അഭിലാഷും ഒനിയിലും മറ്റേ സാബുമാനും 3 മൈൻഡ് ഗെയിമേഴ്സ് ആണ്.
അപ്പൊ മൈൻഡ് വർക്ക് ചെയ്യേണ്ടവർക്ക്. അപ്പൊ ഒരു ഇരുന്ന് മൈൻഡ് ഇട്ട് നോക്കുകയാണ് ഇപ്പൊ അത് എന്താണെന്നുള്ളത്. ഒരു മൈൻഡ് ഗെയിമേഴ്സ് അങ്ങനെയാണ്. അന്ന് മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ ഇവിടെ ആരെയും എവിടെയും നിങ്ങള് മറ്റേ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞിട്ടില്ല ഗ്രൂപ്പ് കളിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ കളിച്ചോട്ടെ. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ബിഗ് ബോസിന് വേറെ സ്കീമുണ്ട്. ഗ്രൂപ്പ് കളിച്ചാൽ ബിഗ് ബോസ് വിളിച്ചു പറയും ഇത് ഗ്രൂപ്പ് കളിക്കാൻ തന്ന ടാസ്ക് അല്ല. അല്ല ഈ ഗ്രൂപ്പ് കളിക്കാൻ ഗ്രൂപ്പ് കളി നിർത്തുന്നത് കളിക്കാൻ പോയാ പറയും ഒറ്റയ്ക്ക് കളിക്കാം. അല്ല കളിക്കാൻ പോയാ പറയും ഗ്രൂപ്പ് കളിക്കാം. ഗ്രൂപ്പ് കളിക്കുന്നവരെ തകർക്കാൻ നിൽക്കുന്നത് അടുത്ത ഗ്രൂപ്പ്. അടി ഉണ്ടാക്കിയാ പറയും അടി ഉണ്ടാക്കരുത്. നിങ്ങൾ സത്യം പറഞ്ഞ നിങ്ങൾ ആര് എന്നുള്ളൊരു ചോദ്യമാണ് ബിഗ് ബോസിനോട് ചോദിക്കാനുള്ളത്. ഒന്ന് വേറൊരു സീൻ ഉണ്ടായത് ആ നിവിന്റെ വക. നിവിൻ നമ്മൾ നോക്കുമ്പോണ്ട് മറ്റേ ആ വീട്ടിലെ സാധാരണ എല്ലാ സീസണിലും എന്താ പറയൂ, നോർമലി ബിഗ് ബോസ് ഹൗസിനകത്തൊരു 60-70 ഒരു 80-75 കിലോ ആയിട്ട് കയറുന്നവരൊക്കെ ഒരു 60-67 ഒരു 10 കിലോ ഒക്കെ ഡ്രോപ്പ് വരും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ട് ഉള്ള 80 കിലോ 100 കിലോയി കാണും. കട്ട് തിന്ന് ചെങ്ങായി ഉണ്ടല്ലോ മുടി വെട്ടുകൊണ്ട് മാത്രം കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പുഷ്ടിപ്പെട്ട് ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസ് ഇന്നാണ് പുറത്തെന്താ നടന്നപ്പോൾ അവൻ അവിടെ ഉള്ളിൽ കയറിയിരുന്നു എന്തോ കഴിക്കുന്നു. അത്രേ ഉള്ളൂ. ഭക്ഷണം അത് വിഷയമേ അല്ല, സീനേ ഉള്ള കാര്യമല്ല. അതങ്ങനെ ഒരു ലൈൻ അപ്പുറത്ത് സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ശരി, ഇനി രാത്രിയിലുള്ള കുറച്ച് ലൈവ് കണ്ടിട്ട് ഞങ്ങൾ നാളെ ലാലേട്ടൻ. പിന്നെ പൊരിക്കാനുള്ള മാത്രം സാധനങ്ങളൊന്നും ഇല്ല അല്ലേ? പൊരിക്കാൻ മാത്രം അനീഷ അതിനെ ഒന്ന് മാറിയതുകൊണ്ട് സംഗതി നോക്കാം. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അടിപിടി കേസൊക്കെ ചോദിക്കുന്നുണ്ടാവില്ല, അതൊന്നും ഞാൻ കാണുന്നില്ല. സമാധാനത്തിന്റെ പാതയും. പക്ഷെ എന്തോ എന്റെ മനസ്സ് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പൊട്ടിത്തെറികളും എവിക്ഷനും ഉള്ള ഒരു വീക്കെൻഡ് ആയിരിക്കും. കാരണം കഴിഞ്ഞ വീക്കെൻഡ് ഭയങ്കര പതിയുള്ള ഒരു സാധനം. ഈ വീക്കെൻഡ് അങ്ങനെ ഒരു പതിയുള്ള സാധനം വെക്കാൻ പറ്റില്ല, വെച്ചിട്ട് കാര്യമില്ല, ഏൽക്കില്ല. അപ്പൊ കുറച്ചും കൂടി ഒരു ഹൈ വോൾട്ടേജ് സാധനം വരണം. അല്ല പക്ഷെ ഈ ആഴ്ച കുറെ കാര്യങ്ങളൊന്നും അങ്ങനെ ആര് പോകും? അല്ല ഈ ആഴ്ച കുറെ കാര്യങ്ങളൊന്നും അങ്ങനെ ചർച്ച ചെയ്തിട്ട് പോയിട്ടില്ലല്ലോ സോഷ്യൽ മീഡിയയില്. സോഷ്യൽ മീഡിയ ചർച്ച പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് ഒക്കെ ഫുള്ള് കൊളാക്കി വിട്ടില്ലേ. അതാണ്ടായത്. സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ കുറെ സംഭവം ചർച്ച ചെയ്യേണ്ട സാധനം ഇതുവരെ ചർച്ച ചെയ്തൊക്കെ വൃത്തിയേട്ട സാധനങ്ങളല്ലേ. ഇപ്പൊ നല്ല കണ്ടന്റ് ചർച്ച ചെയ്യാനുണ്ട് ഈ ആഴ്ച, ചർച്ചയാക്കാം. നല്ല കണ്ടന്റ് ഉണ്ട് ചർച്ച ചെയ്യാൻ. ആര് പോകുന്നു? എനിക്ക് തോന്നുന്നത് ആദിലിനെ പുറത്താക്കുന്നുണ്ട്. ആദിലേനെ നടന്നല്ലേ ടോപ്പ് 3 ആദില, അനീഷ്, ഷാനവാസ്, ആദില വോട്ടിങ്ങില്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി കൊണ്ടല്ലോ നെഗ് അടിച്ചിട്ട് പോയല്ലോ. ലക്ഷ്മിക്ക് ഇപ്പൊ അതല്ല, ഇപ്പൊ ആദിലിനോടുള്ള നെഗ് കൂടിയോണ്ട് നൂറേന്റെ വോട്ട് ഫുള്ള് ആദിലേക്കല്ലേ പറയാ. 100 അത്രയും വോട്ട് ബാങ്ക് ഉള്ള ആളാ. 100 ഇങ്ങോട്ട് ചാടും. അല്ലെങ്കിൽ പിന്നെ ബാക്കിലുള്ള അഭിലാഷ്, ബിന്നി, സാബുമാൻ, ഉണ്ടാവില്ല. ജിഷിൻ നടന്നോട്ടെ. ജിഷിൻ, അഭിലാഷ്, ബിന്നി ഇങ്ങനെ ഈ 3 ഏതെങ്കിലും ഒരാളായിരിക്കും. ജിഷിൻ നിന്നോട്ടെ, ജിഷിന്റെ കുറച്ച് കോമഡി സാധനങ്ങൾ കിട്ടും. അതെ, ജിഷിൻ ഇപ്പൊ മറ്റേതാ ഇന്നലത്തെ മാസം ഉണ്ടില്ലേ നിന്നെ ഞാൻ പൂട്ടും. ജിഷിൻ മറ്റേ ഷാനവാസിന്റെ പാല ഇതെന്താ എന്റെ മറ്റേ ഇതൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പൊ അവന്റെ വരവരെയുള്ള ഫോൺ പുതിയ ടെക്നോളജി സാധനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ നിർത്തുകയാണ്. ബാക്കിലൊക്കെ ഉറങ്ങി. ഇവിടെ ലക്ഷ്മി ഫാൻസ്, പിന്നെ ബിന്നി ഫാൻ ഉണ്ട്. ബാക്കിലൊരു ബിന്നി ഫാൻ ഉണ്ട്, ഒരു ലക്ഷ്മി ഫാൻ ഉണ്ട്, ഇപ്പുറത്തെ ഒരു അക്ബർ ഫാൻ ഇരിക്കുന്നുണ്ട്. ഫാനാണ് ഇവിടെ. നമ്മള് മാത്രം തുടക്കത്തിൽ ഒരാളെ ഫാനാവാൻ നോക്കി, ഇപ്പൊ അയാള് വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അതെ, ഫേവറേറ്റിസം കാണിച്ചിട്ട് മിസൈല് വെറുപ്പിക്കണം. മിസൈലിനെ കാണുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ലക്ഷ്മി മിസൈലൊന്നും ഇല്ല, എല്ലാ സൈഡാണ്. കാണിക്കുന്നില്ല. ഓക്കെ ഗൈസ്, ബൈ.